ജെൻസി പ്രക്ഷോഭം നടന്ന് അവിടെ അധികാരമാറ്റം ഉണ്ടായ നേപ്പാളിൽ വീണ്ടും കലാപം, വീണ്ടും വിപ്ലവം ഉണ്ടാകാൻ പോകുന്നെന്ന് പറയുന്നല്ലോ സർ, ശരിയാണോ? അതെ, അതിപ്പോൾ ഇന്നലെ അവരുടെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. ഇപ്പോൾ 1 മാസമായോ 2 മാസമൊക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. നേപ്പാൾ അധികാരമാറ്റം നടന്ന ബാലൻ ഷാ എന്ന് പറയുന്ന ഒരു വലിയ സംഗീതജ്ഞനും ഒക്കെ ജൻസിയുടെ വക്താവ് പ്രധാനമന്ത്രിയായിട്ട് ചാർജ് എടുത്തിട്ട് ആദ്യം ദീപക് കുമാർ ഷാ എന്ന് പറയുന്ന മന്ത്രി രാജിവെച്ചു. ഇപ്പോൾ സുധൻ ഗുരുങ് എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി, ക്യാബിനറ്റിലെ നമ്പർ 2 ആണ് ആഭ്യന്തരമന്ത്രി, അയാൾ രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടുപേര് രാജിവെച്ചിരിക്കുന്ന അഴിമതിയായിട്ടും പിന്നെ സ്വജനപക്ഷപാതം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിലാണ്, മണി ലോണ്ടറിങ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് രാജിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്മച്യൂരിറ്റിയുടെ ഒരു പ്രതിഫലനമായിരിക്കാം. കാരണം ഈ എല്ലാം യുവാക്കളാണെന്ന് തോന്നുന്നു മന്ത്രിസഭയിലുള്ളത്. അവർക്കാർക്കും ഇങ്ങനെ പെട്ടെന്നൊരു അധികാരം കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരിക്കാം. ഇപ്പോൾ പണ്ടിതുപോലെ ഇന്ത്യയിൽ ഇതിന് സമാന്തരമായിട്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. ആസാമിൽ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയനും പിന്നെ അസോം ഗണപരിഷത്ത് എന്ന് പറഞ്ഞ ഒരു സംഘടന സമരം നടത്തി. 87 തോന്നുന്നു അവർ അധികാരത്തിൽ വന്നു. ആസാമിൽ ചെറുപ്പക്കാരായിരുന്നു, ഭൃഗുകുമാർ പുക്കനും പിന്നെ മഹന്ത പ്രഫുൽ കുമാർ മോഹന്തായി. അവർക്ക് ഭൃഗുകുമാർ പുക്കൻ മരിച്ചുപോയി, മഹന്ത ഒന്നും അല്ലാതായി. ഇപ്പോൾ ഉള്ള ചിതപ്പേര് മുഴുവൻ കേട്ടു. 30-ാമത്തെ വയസ്സിലോ 32-ാമത്തെ വയസ്സിലോ ഒക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. അപ്പോൾ ഈ അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഒരു പക്വതയോടുകൂടി വേണം എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട്. നേപ്പാളിലെ പ്രധാന പ്രശ്നം ഇപ്പോൾ ഈ സുധൻ ഗുരുങ് രാജിവെച്ചത് ജനരോഷത്തെ തുടർന്നാണ്. കാരണം അവർ ഈ ഇന്ത്യയിൽ നിന്നും നേപ്പാളിനെ പറ്റിയിട്ടുള്ള പ്രോഗ്രാം ചെയ്ത് കാരണം ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് 150% ഇറക്കുമതി താരിഫ് പ്രഖ്യാപിച്ചു. ഇപ്പോൾ അവിടെ പെട്രോളിനൊക്കെ ഭയങ്കര വില, 200 രൂപയും കണ്ട ലിറ്ററിന് പെട്രോളിനെന്ന് തോന്നുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഈ ഗവൺമെൻറ് വന്നേ പിന്നെ ഷൂട്ടപ്പ് ചെയ്തു, പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞേ പിന്നെ. അതുകൂടാണ്ട് ഇപ്പോൾ ഈ ബലൻ ഷായുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഇന്ത്യനെ ഇഷ്ടമല്ല. ഇന്ത്യയോട് അയാൾക്കൊരു വെറുപ്പുണ്ട്. നമ്മുടെ ഇതിന് മുമ്പുള്ളൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, എന്താ ഒരു പ്രചണ്ഡ, അയാൾക്ക് ഇന്ത്യയോട് ഭയങ്കര വൈരാഗ്യമായിരുന്നു. ഭയങ്കര വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും സീതാറാം യെച്ചൂരിയുടെയൊക്കെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടി ഇൻഡോക്ട്രിനേഷൻ്റെ ഫലമായിരിക്കണം അയാളും ഇങ്ങനെ വഴിതെറ്റി പോയത്. ഇപ്പോൾ അയാൾക്ക് അധികാരമൊന്നുമില്ല. അയാൾക്കിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോയെന്നുകൂടി സംശയം. അപ്പോൾ അയാളെ പറ്റി ഒന്നും കാണാറില്ല പേപ്പറിൽ. അപ്പോൾ ഈ ഇദ്ദേഹം ഒരു പ്രോ ചൈനീസ് ആളാണ്. ആരാ? ഈ ബലൻ ഷാ. ചൈനയായിട്ടാണ് കൂടുതൽ താല്പര്യം. നേപ്പാളിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അവർ ഇന്ത്യയോട് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. പ്രിയനറിയോ അവരുടെ ആഗ്രഹം എന്താണെന്നത്? അവരുടെ ആഗ്രഹം നമ്മുടെ യോഗി ആദിത്യനാഥ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നേപ്പാൾ ഇന്ത്യയിലേക്ക് മെർജ് ചെയ്ത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനം ആവണം എന്നുള്ളതാണ്. അപ്പം അവിടുത്തെ ജീവിതമൊക്കെ ജനങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹമുണ്ട് അവിടെ. വലിയൊരു വിഭാഗം ജനങ്ങൾക്ക്. പക്ഷെ അവിടെ അടിച്ചമർത്തി വയ്ക്കുക. പിന്നെ രാജഭരണം ഉണ്ടായിരുന്ന സമയത്തൊന്നും അവിടെ ഒരു ഈ ജനങ്ങൾക്കൊരു പുരോഗതി ഉണ്ടായിട്ടില്ലായിരുന്നു. ജനങ്ങൾ അടിച്ചമർത്തപ്പെട്ട വിഭാഗമായിരുന്നു. ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ കീഴിൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും രാജീവ് ഗാന്ധിയൊക്കെ ഭരിച്ചപ്പോൾ ദേ എൻഷുവേർഡ് ദാറ്റ് പീപ്പിൾ ഡു നോട്ട് ഗോ അപ്പ്, ഒരു പ്രത്യേക സാമ്പത്തിക നിലവിട്ട് ഉയർന്നു വരരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു കോൺഗ്രസ് ഭരണകൂടം ഇന്ത്യയിൽ. അവരുടെ ആഗ്രഹം അതാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ രാജകുടുംബത്തിൻ്റെ നെഹ്റു, സോണിയ രാജകുടുംബത്തിൻ്റെ അപ്രമാദിത്വത്തിന് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അവർക്ക് എപ്പോഴും അവരെ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കണവരെ മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ. നമ്മുടെ വേണുഗോപാലിനെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവിടെ ചെന്ന് തൊഴുത് വളഞ്ഞുകുത്തി പോലെ വളഞ്ഞുകുത്തി നിൽക്കണവരെ ഇഷ്ടമുള്ളൂ. അതിൻ്റെ വേറൊരു പതിപ്പായിരുന്നു രാജഭരണത്തിന് കീഴിൽ നേപ്പാൾ. ലോകത്തിലെ ഏക ഹിന്ദു റിപ്പബ്ലിക് ആയിരുന്നു, അറിയാമോ? ലോകത്തിലെ ഒരേ ഒരു ഹിന്ദു റിപ്പബ്ലിക് ആയിരുന്നു. അപ്പം നമുക്ക് വലിയ പ്രതീക്ഷയോടുകൂടി നോക്കാവുന്ന ഒരു രാജ്യമായിരുന്നു അത്. പക്ഷേ രാജഭരണം അവിടെ മൊത്തം കൊളാക്കി.
പിന്നെ രാജകുടുംബത്തിലെ ഒരു ബീരേന്ദ്ര വിക്രം സഹ, ഐശ്വര്യലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ രാജാവിനെയും രാജ്ഞിനെയും അവരുടെ മകൻ തന്നെ വെടിവെച്ചു വന്നു, മകനെ പട്ടാളക്കാർ വെടിവെച്ചു വന്നു. എന്താ കാരണം എന്നുള്ളതൊന്നും നമുക്കിതുവരെ അതിനെ പറ്റിയിട്ടൊരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പലരും പല വേർഷൻ പറയുന്നുണ്ട്. ഇയാൾ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, പിന്നെ അയാൾ വേറെ കല്യാണം കഴിക്കാൻ പോയപ്പോൾ അയാളെ സമ്മതിച്ചില്ല എന്ന് അതൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ ഫ്ലിംസി റീസൺസ് ആയിട്ടാണ് തോന്നുന്നത്. ഏതായാലും ഒരു അതിൻ്റെ പിന്നിൽ വത്തിക്കാൻ്റെയും ഒരു CIA-യുടെയും കൈകൾ കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്കത് ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കതിനെപ്പറ്റി തെളിവൊന്നുമില്ല നമ്മുടെ അടുത്ത്. അതിനെപ്പറ്റി അന്വേഷിക്കാത്തത്, മാധ്യമങ്ങളിലെ വാർത്ത സപ്രസ് ചെയ്തതൊക്കെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ടാണ് തോന്നുന്നത്. ഈ പള്ളിയിലച്ചന്മാർ അവിടെ കുറേ ക്രിസ്ത്യൻ മിഷണറീസുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് കന്യാസ്ത്രീകളും പള്ളിയിലച്ചന്മാരും പോയി വർക്ക് ചെയ്ത് അവിടെ മതപരിവർത്തനം വൻതോതിൽ നടക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഇസ്ലാമിക് തീവ്രവാദികളുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് അവിടെ. പ്രിയൻ ഓർമ്മയില്ലേ, ഒരു വിമാനം, ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം അവിടെ നിന്ന് കാഠ്മാണ്ഡുവിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കാന്ദഹാറിലേക്ക്. ആ വിമാനത്തിൽ ഹൈജാക്കേഴ്സ് കയറിയത് കാഠ്മാണ്ഡു വിമാനത്താവളത്തിൽ നിന്നാണ്. അവർക്ക് എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുത്ത എയർപോർട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇസ്ലാമിക് തീവ്രവാദികൾ അവിടെ, ഭീകരവാദികൾ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയോട് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ അധികം പേരുണ്ട്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ നേപ്പാളിലൊക്കെ വളരെ കഷ്ടപ്പാടാണ്. ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കൂടി ഇതില്ല. കാരണം ഉദ്യോഗം കിട്ടാൻ സാധ്യത കുറവ്, വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത കുറവ്. അവിടുത്തെ പെൺകുട്ടികളെ മുഴുവൻ വശീകരിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ബോംബെയിലും കൽക്കത്തയിലുമുള്ള വേശ്യാ തെരുവുകളിൽ വിൽക്കുന്നുണ്ട് ചെറിയ വിലയ്ക്ക്. പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്തത്. പല ഫോട്ടോഗ്രാഫ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. നേപ്പാളി പെൺകുട്ടികളെ അവരെ കണ്ടറിയാമല്ലോ, നേപ്പാളി പെൺകുട്ടികളെ കണ്ടിരിക്കാമല്ലോ, അറിയാമല്ലോ. അവരെ മുഴുവൻ മറ്റേ പഴയ ഗ്രാൻഡ് റോഡിലും ശുക്ലാജി സ്ട്രീറ്റിലും ഫോറസ്റ്റ് റോഡ് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. അവിടെ മുഴുവനുള്ള കെട്ടിടങ്ങളുടെ ജനാലയ്ക്കയും പിന്നെ വാതിക്കയും എന്താണ് കസ്റ്റമേഴ്സിനെ അന്വേഷിച്ച് നിൽക്കുന്ന പെൺകുട്ടികളുടെ നല്ലൊരു ശതമാനം നേപ്പാളി പെൺകുട്ടികളാണ്. കണ്ടാൽ കഷ്ടം തോന്നും. അതെന്തുകൊണ്ടാണ് നടക്കണമെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അവിടെ വേറെ ജീവിക്കാൻ വഴിയില്ലാത്തത് കൊണ്ടും പിന്നെ എന്താ പറയണ അവരെ വഞ്ചിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് എളുപ്പമുള്ളത് കൊണ്ടും ആണ് അങ്ങനെ നടന്നു പോയത്. അപ്പോൾ ഈ രാജഭരണത്തിന് അതൊന്നും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. രാജാവിൻ്റെ പരിവാരങ്ങളും ഇഷ്ടം പോലെ വാഹനങ്ങളും സ്വന്തമായിട്ട് വിമാനവും അതും ഇതൊക്കെ മേടിച്ച് ലക്ഷറീസ് ആയിട്ടാണ് ജീവിച്ചത്. അപ്പോൾ അത് എവിടെയെങ്കിലും വെച്ച് പൊട്ടിത്തകരുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും വന്ന ജനാധിപത്യ ഭരണം, മതേതര ഭരണമൊന്നും ചൊവ്വായില്ല. രാജ്യം ഗോയിങ് ഫ്രം ബാഡ് ടു ബേഴ്സ്, വിറചട്ടിയിൽ നിന്ന് അടുപ്പിലേക്ക് ചാടിയ അനുഭവമായിരുന്നു അത്. ഇപ്പോൾ ഉള്ളതും അതിൻ്റെ തുടർച്ച മാത്രമാണ്. നേപ്പാളിനെ രക്ഷിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ഹൈന്ദവ സംസ്കാരം ഉണ്ടായിരുന്നു, സനാതന ധർമ്മത്തിൻ്റെ സംസ്കാരം ഉണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനെ മാത്രമേ നേപ്പാളിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ചൈനയായിട്ടൊന്നും നേപ്പാളിന് ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റില്ല. അതിന് ടിബറ്റിൽ എന്താ നടന്നത്? ടിബറ്റ് ഭരണം പിടിച്ചെടുത്ത് അവിടെയുള്ള ടിബറ്റിലുള്ള ബുദ്ധിസ്റ്റ് മോങ്ക് സന്യാസിമാരെ നിരത്തി വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് ചൈനീസ് ഭരണകൂടം. ഇന്നിപ്പോൾ ടിബറ്റ് ഒരു ചൈനീസ് ഭൂരിപക്ഷ മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രൊമോട്ട് ചെയ്ത് എഴുതാനായിട്ട് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ചില പത്രങ്ങളുണ്ട്. ഇപ്പോൾ ചെന്നൈയിൽ ഒരു പത്രമുണ്ട്, പീപ്പിൾസ് ഡെയിലി ഓഫ് ചെന്നൈ എന്നെല്ലാവരും പരിഹസിച്ച് വിളിക്കുന്ന ഒരു പത്രമുണ്ട്. അവർ നേപ്പാളിനെ ഇടിച്ചു താഴ്ത്തിയും ചൈനയെ പുകഴ്ത്തി എഴുതുന്ന ഒരു പത്രമാണ്. ചൈനീസ് നാഷണൽ ഡേക്ക് ആ പത്രത്തിൽ ഫുൾ പേജ് അഡ്വർടൈസ്മെൻറ്റ്, ഫുൾ പേജ് വാർത്തകളാണ് പിന്നെ ചൈനയെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നേപ്പാൾ ഒരു കണ്ണിലെ കരടായിട്ട് അവശേഷിക്കുക. ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് വിളിക്കുന്നത് അത് തന്നെ കുറച്ചുകൂടി ആംഗ്ലിസൈസ്ഡ് ഇതിൽ പറഞ്ഞു, ചൈനീസ് പീപ്പിൾസ് ഡെയിലി ഓഫ് ചെന്നൈ. എനിക്കറിയാം, രാഷ്ട്രവിരുദ്ധന്മാരുടെ പത്രമാണ് അത്. രാഷ്ട്രവിരുദ്ധന്മാരുടെ, ഇന്ത്യ വിരുദ്ധന്മാരുടെ പത്രമാണ്. അതിൻ്റെ അകത്ത് ഇരിക്കുന്ന അത്ര ഈ തലയ്ക്കകത്ത് പുഴുക്കുത്തു എന്ന് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയും, പുഴുക്കുത്തു എന്ന് പറയും, മുരടിച്ചു പോകുന്നു. അങ്ങനത്തെ ചില ഈ പറയും തലച്ചോറിന് പോളിയോ ബാധിച്ച ആൾക്കാരാണ് അവർ. അയ്യോ, ഇത് പലപ്പോഴും അവർക്ക് ആ വർഗത്തിന് തലച്ചോറ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അവർ ഈ എന്താ ആട്ടുക്കും മാട്ടുക്കും 2 കൊമ്പ്, എന്താ അയ്യങ്കാർ സ്വാമിക്ക് 3 കൊമ്പ് എന്ന് കേട്ടിട്ടില്ലേ? അതേപോലുള്ള ആൾക്കാരാണ് ആ പത്രം നടത്തണേ. അപ്പോൾ അവരോട് നമുക്ക് ആർഗ്യൂ ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് നേപ്പാളിൽ. നേപ്പാൾ ഒരു വളരെ പ്രതിസന്ധിയിലാണ്. ഇത് ഈ പറഞ്ഞ പോലെ
എന്താ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇനി അടുത്ത് അവിടെ ഗവൺമെൻറ് വീഴാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ സമരം രൂക്ഷമായി കഴിഞ്ഞാൽ, യുവാക്കളുടെ സമരം രൂക്ഷമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വേറെ മാർഗം ഉണ്ടാവില്ല, രാജിവെച്ച് പുറത്തു പോകേണ്ടി തന്നെ വരും. എന്തായിരുന്നു അല്ലേ ഒരു രാജ്യം എന്ന് പറയുന്നത്? ഗൂർഖ റെജിമെന്റ് എന്ന് പറഞ്ഞ ബ്രിട്ടനിൽ വരെ ഗൂർഖ റെജിമെന്റ് അറിയില്ലേ? യെസ്. അപ്പൊ അത്ര നല്ല ഒരു എന്താ രാജ്യമായിരുന്നു. ടൂറിസം കൊണ്ടൊക്കെ ഇഷ്ടം പോലെ അവർക്ക് പൈസ സമ്പാദിക്കാമായിരുന്നു അവിടെ. പക്ഷെ ഓൾറെഡി തിങ് നേപ്പാളിൽ പോയി വിമാനത്തിൽ കയറുന്നതെന്ന് മാത്രമേ പറയുള്ളൂ. വിമാനങ്ങളൊക്കെ 10-50 വർഷം പഴക്കമുള്ള വിമാനം, അതൊക്കെ എപ്പോഴും ഇടിഞ്ഞൊളിഞ്ഞ് താഴ്ത്തു വീഴാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അഴിമതി എന്നുള്ളത് അവിടെ ഒരു ഇതായിപ്പോയി, എന്താ പറയുക, എൻഗ്രേവ്ഡ് ആയിട്ട് പോയി അഴിമതി. പിന്നെ ഈ പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീകളും കൂടി ചേർന്ന് ബാക്കി ഇസ്ലാമിക് തീവ്രവാദികളും അന്താരാഷ്ട്ര കുറ്റവാളികളുടെ ഒരു സങ്കേതമായിട്ട് മാറി എന്നുള്ളതാണ് നേപ്പാൾ. ഇപ്പം ഇന്ത്യയിൽ നിന്നും കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ എളുപ്പമുള്ള മാർഗം ഇന്ത്യ നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്താൽ മതി, അവർക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് വന്ന് കാത്തിരുന്ന് കാണാനേ പറ്റും, നോക്കാം നമുക്ക്.